നമസ്കാരം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 ആയി കുറച്ച് കേന്ദ്ര സർക്കാർ. ഗാർഹിക പാചകവാതകത്തിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നത്. അടുക്കള ബജറ്റ് താളം തെറ്റിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി. അതേസമയം H1B വിസകൾക്കായി അധിക ഫീസ് ഈടാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം US കോടതി റദ്ദാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനവും നിലവിൽ വരികയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 ആയാണ് കുറച്ചത്. സാധാരണക്കാരുടെ ശരാശരി വാർഷിക ഉപയോഗം കണക്കിലെടുത്താണ് പരിഷ്കരണമെന്നും സർക്കാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് 14.2 കിലോയുടെ സിലിണ്ടറിന് 300 രൂപയുടെ സബ്സിഡിയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രശ്നങ്ങളും ആഗോള വിപണിയിലെ ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് രംഗത്തെ കുത്തനെയുള്ള വില വർധനവുമാണ് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച നടപടിക്ക് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. 2016 മെയ്യിൽ ആരംഭിച്ച പദ്ധതിക്ക് തുടക്കത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 9 ആക്കുകയും ഇപ്പോൾ വീണ്ടും 4 ആയി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. H1B വിസകൾക്കായി അധിക ഫീസ് ഈടാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടിയായി US കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നു. ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തിയ കോടതി അധിക ഫീസ് ചുമത്തിയ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1 ലക്ഷം ഏകദേശം 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാണ് കോടതി റദ്ദാക്കിയത്. 20 ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന് ട്രംപ് അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ്. ആണവ കരാർ യാഥാർത്ഥ്യമാകുമെന്നും എണ്ണവില കുത്തനെ കുറയുമെന്നും ട്രംപ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമേലുള്ള ആക്രമണം അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അദ്ദേഹം ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഇറാനും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ നിർത്തിവെച്ചെങ്കിലും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമേലുള്ള യുദ്ധം വിജയിക്കുന്നുവെന്ന് ട്രംപ് ഇതാദ്യമായല്ല പ്രഖ്യാപിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമമാക്കാൻ 2 ആഴ്ചത്തെ സമയമെന്ന നിലയിലായിരുന്നു ഏപ്രിൽ 7 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിന് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നത്. രാജ്യത്തെ കൽക്കരി വ്യാപാരം കൂടുതൽ സുതാര്യമാക്കാൻ കേന്ദ്ര സർക്കാർ കോൾ എക്സ്ചേഞ്ച് സംവിധാനം കൊണ്ടുവരുന്നു. ഇതിനായുള്ള പുതിയ ചട്ടങ്ങൾ സർക്കാർ പുറത്തിറക്കി. ഓഹരി വിപണി പോലെ തന്നെ കൽക്കരി ഉൽപാദകരും വാങ്ങുന്നവരും ഒരേ പ്ലാറ്റ്ഫോമിൽ നേരിട്ട് ഇടപാടുകൾ നടത്താൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ കൽക്കരിയുടെ വില വിപണി അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടും. കോൾ എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കാനും നിയന്ത്രിക്കാനുമുള്ള ചുമതല കോൾ കൺട്രോളർ ഓർഗനൈസേഷനാണ്. രജിസ്ട്രേഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 25 വർഷത്തേക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിക്കാം. പുതിയ സംവിധാനം കൽക്കരി വ്യാപാരം എളുപ്പമാക്കുകയും കൂടുതൽ മത്സരവും സുതാര്യതയും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഊർജ്ജ മേഖലയ്ക്കും വ്യവസായങ്ങൾക്കും ഇത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നതിനും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ലോക്സഭയിൽ പരാജയപ്പെട്ട ബില്ലാണ് 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാർലമെന്റിലെത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും. പുതിയ മാറ്റങ്ങൾ പ്രകാരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെങ്കിലും നിലവിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള സീറ്റുകളുടെ അനുപാതത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് ബില്ലിൽ വ്യക്തമാക്കും. ലോക്സഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം 550 നിന്ന് 850 ഉയർത്തും. എന്നാൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ സീറ്റുകൾ വിഭജിക്കുന്നത് നിലവിലുള്ളതുപോലെ 1971 ജനസംഖ്യാ കണക്കെടുപ്പ് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും. ഭരണഘടനാ ഭേദഗതി പാസാക്കിയ ശേഷം പ്രത്യേക മണ്ഡല പുനർനിർണയ ബില്ല് കൊണ്ടുവരും. 2029 രാജ്യത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെയും മണ്ഡല പുനർനിർണയ പ്രക്രിയ വേഗത്തിലാക്കുന്നതിന്റെയും ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം.
മാസപ്പടി കേസിൽ വീണ വിജയൻ ഇ.ഡി. സമൻസ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഇ.ഡി. സമൻസ്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കും സമൻസ് ഉണ്ട്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ ഇഡിക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ 10 ദിവസത്തിനകം ഇഡിക്ക് കൈമാറാനാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. ആരോഗ്യവകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മരുന്ന് കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണം ഇതാണ്. മരുന്ന് കമ്പനികൾക്ക് 476 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും കെ മുരളീധരൻ അറിയിച്ചു. +1 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ 72,220 സീറ്റുകൾ ബാക്കിയായി. അപേക്ഷകരിൽ 40% പേർ ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടില്ലെങ്കിലും വിവിധ സംവരണ വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലാത്തതിനാലാണ് ഇത്രയും സീറ്റ് ബാക്കിയാകുന്നത്. അർഹരായ അപേക്ഷകരില്ലാത്ത സാഹചര്യത്തിൽ സംവരണ സീറ്റ് ആദ്യം മറ്റ് സംവരണ സമുദായങ്ങൾക്കും ഒടുവിൽ പൊതു മെറിറ്റിലേക്കും മാറ്റും. 4,43,484 പേരാണ് +1ന് അപേക്ഷിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി 3,17,016 പേരാണ് ഏകജാലകം വഴിയുള്ള പ്രവേശനത്തിനുള്ളത്. ഇതിൽ 2,44,796 സീറ്റാണ് ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത്. 15-ന് നടക്കുന്ന ആദ്യ അലോട്ട്മെന്റിന്റെ സാധ്യതാ പട്ടികയാണ് ട്രയൽ. അതിനാൽ ട്രയൽ മിച്ചം കാണിക്കുന്ന സീറ്റ് ആദ്യ അലോട്ട്മെന്റ് കഴിഞ്ഞ് ബാക്കിയാകും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. പ്രജനനം സുഗമമാക്കുക വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ വിലക്കുണ്ട്. 2 വള്ളങ്ങൾ ചേർത്ത് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കും. അന്യസംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇളവുണ്ട്. ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനം നടത്താം. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാൻ സാധിക്കും. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല. ഇന്നലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത് 8 പേർക്കാണ്. ഈ ജില്ലകളിൽ 2 പേർക്ക് വീതം രോഗം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 93 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഈ മാസം മാത്രം 18 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. രോഗവ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 25 വിദ്യാർത്ഥികളാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 38 വിദ്യാർത്ഥികൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിന് ബെപ്കോ ഡിപ്പോ മാനേജർക്ക് പിഴ ശിക്ഷ. പരാതിക്കാരന് നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ ആകെ 25,010 രൂപ നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ പെരുന്നാട് ഡിപ്പോ മാനേജർക്കെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. പെരുന്നാട് സ്ഥിതി ചെയ്യുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും പരാതിക്കാരൻ 650 മില്ലി ബിയർ ആണ് വാങ്ങിയത്. ബിയർ കുപ്പിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന MRP 170 രൂപയായിരുന്നു. എന്നാൽ കൌണ്ടറിലെ ജീവനക്കാരൻ 180 രൂപയുടെ ബില്ലായിരുന്നു നൽകിയത്. റാന്നി പെരുന്നാട് മാമ്പാറ സ്വദേശി വാലുപുരയിടത്തിൽ AT ആകാശാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 135 രൂപയും പവന് 1080 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,040 രൂപയും പവന് 1,12,320 രൂപയുമായിരിക്കുന്നു. 18 ക്യാരറ്റ് സ്വർണ്ണത്തിനും ആനുപാതികമായി വില കൂടിയിട്ടുണ്ട്. ഗ്രാമിന് 110 രൂപ കൂടി 1 ഗ്രാമിന് 11,535 രൂപയും പവന് 92,280 രൂപയുമായി. വെള്ളിവില 5 രൂപ കുറഞ്ഞ് 260 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്.
ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.